ഇത് കണ്ട പ്രിയപ്പെട്ടവരെ, ഇതിന്റെ അകത്താണ് ഇത്തവണത്തെ ഓണം ചിത്രങ്ങൾ. ഓണത്തിന് ഇറങ്ങാനിരിക്കുന്ന സിനിമകളെല്ലാം ഇതിന്റെ അകത്ത് ഓരോ ചുരുളുകളായി നമ്മൾ ഇട്ടിരിക്കുകയാണ്. ഏതാണെന്ന് നോക്കാം. ഒന്നാം സമ്മാനം അടിക്കുന്നത് ഓണം പൊന്നോണം. ഓണം കടന്നു വരാനിരിക്കുന്നു. ഓണം ചിത്രങ്ങൾ അതിലേറെ വേഗത്തിൽ അണിയറയിൽ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. മലയാളികളെ ഞെട്ടിപ്പിക്കാനായിട്ട്, അമ്പരിപ്പിക്കാനായിട്ട്, കോരിത്തെരിപ്പിക്കാനായിട്ട് ഓണം ചിത്രങ്ങൾ ഇങ്ങനെ നിരവധി അനവധി ഒരു 16ഓളം ചിത്രങ്ങൾ ഇങ്ങനെ അണിയറയിൽ ഒരുങ്ങിയിരിക്കുന്നുണ്ട്. സാധ്യത ലിസ്റ്റിൽ ഉൾപ്പെട്ട 16 ചിത്രങ്ങളെ നമ്മൾ എടുത്തിട്ട് കണ്ട ചുരുളുകളാക്കിയതേ ഈ പാത്രത്തിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ടങ് 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 ടങ്. അപ്പൊ ഈ ചുരുളുകളിൽ നിന്നും നമ്മൾ ഓരോ ചിത്രങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കുകയാണ്. 16 തൊട്ട് 1ലേക്കാണ് നമ്മൾ എടുത്തു നോക്കുന്നത്. 16ാമത് എടുക്കുന്നത് ഏത് ചിത്രമായിരിക്കും, ഒന്നാമത് വരുന്നത് ഏത് ചിത്രമായിരിക്കും എന്നൊരു തയ്യാറെടുപ്പോട് കൂടി ഇങ്ങനെ എടുത്തു നോക്കുകയാണ്. അപ്പോൾ ഈ ചുരുളുകളിൽ നിന്നും മലയാളം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഇതൊന്നുമില്ല. മലയാള ചിത്രങ്ങൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പൊ എടുത്തു നോക്കണം. ഒരു ടൂർണമെന്റ്, ഒരു ലോകകപ്പ് എന്ന് പറയാം. ഓണത്തിന് ഇറങ്ങുന്ന സിനിമകളെ പറ്റിയുള്ള ഒരു ലോകകപ്പ്. ഈ ലോകകപ്പിൽ ആരൊന്നാം സ്ഥാനം ആരടിക്കും ഒന്നാം സ്ഥാനം. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഓം സിനിമായ നമഃ. സിനിമ ഓണം ചിത്രങ്ങളായ നമഃ. നമ 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 നമ. നല്ലൊരു ചിത്രം വരട്ടെ. കൈ കിട്ടിയിരിക്കുന്ന ചിത്രം ഏതാണ് നമുക്ക് നോക്കിയാലോ. അമ്പോ, 16ൽ നിന്ന് 1ലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. 16ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ചിത്രം ആശകളായിരം. തെറ്റിപ്പോയി, ആശകളായിരം. 16ാം സ്ഥാനത്ത് വന്നെത്തി നിൽക്കുന്നത് ജയറാമേട്ടന്റെ ആശകളായിരം. ഇതിന്റെ സംവിധാനം പ്രജിത്താണ്. ഒരു വടക്കൻ സെൽഫി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു വടക്കൻ സെൽഫി, ആ ചിത്രത്തിന്റെ സംവിധായകനായ പ്രജിത്താണ് ആശകളായിരം എന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. ജയറാം, കാളിദാസ്, ശ്രീ ഗോകുലം മൂവീസ് ഒരുക്കുന്ന ഈ ചിത്രത്തിലൂടെ അങ്ങനെ ആരെങ്കിലേക്ക് വരുന്നു. ജയറാമും കാളിദാസും ഇപ്പൊ കുറെ കാലമായിട്ട് മലയാളികളുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് കുറെ കാലമായി. അപ്പൊ അവര് എന്തായാലും ഓണത്തിന് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആശകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ. ജൂഡ് ആന്റണിയാണ് ഇതിന്റെ കഥയും തിരക്കഥയും ഒരുക്കുന്നത്. പ്രജിത്താണ് സംവിധാനം. അപ്പൊ നമുക്കിത് മാറ്റി വെക്കാം. അപ്പൊ ഈ ചിത്രത്തിന്റെ കാര്യം കഴിഞ്ഞു. 16ാം സ്ഥാനം ഇവിടെ വയ്ക്കാം. 16ാം സ്ഥാനത്തിരിക്കട്ടെ. ഇനി വീണ്ടും നോക്കാം. ഓം തക സിനിമായ നമഃ. സിനിമ. ഇനി 15ാം സ്ഥാനത്ത് എൻ്റെ അമ്മേ, ഹൊറർ ചിത്രം. ഒരു ഹൊറർ ത്രില്ലിങ് വരുന്ന ഒരു ഫാമിലി ഡ്രാമയാണ് സുമതി വളവാണ് 15ാം സ്ഥാനത്ത് നിലനിന്നിട്ടുള്ള ചിത്രം. വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത് അഭിലാഷ് പിള്ള രചന ഒരുക്കിയിട്ടുള്ള ചിത്രമാണ് സുമതി വളവ്. അർജുൻ അശോകൻ, ഗോകുൽ സുരേഷ്, അതുപോലെ ബാലു വർഗീസ് ഇവരൊക്കെ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു. അപ്പോൾ 15ാം സ്ഥാനം സുമതി വളവ്. അപ്പൊ 15ാം സ്ഥാനം സുമതി വളവ് ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തത് മന്ത്രമാണ്. അതൊക്കെ മന്ത്രമാണ്. ഇത് നോക്കട്ടെ. 14ാം സ്ഥാനം ഓടും കുതിര ചാടും കുതിര. അൽതാഫ് സലീം സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര. ഈ ചിത്രത്തിൽ ഫഹദ് അഭിനയിക്കുന്നു, കല്യാണി പ്രിയദർശൻ അഭിനയിക്കുന്നു. ഒരു അടിപൊളി, ഒരു എന്താ പറയണ, ഒരു പ്രത്യേകതയൊക്കെ ഉള്ള ഒരു റൊമാൻറ്റിക് കോമഡി ചിത്രമാണ്. ഒരു ഫീൽ ഗുഡ് മൂവി എന്നൊക്കെ നമുക്ക് ഇതിനെ സൂചിപ്പിക്കാം. അൽതാഫ് സലീമിന് വെറൈറ്റി കൊണ്ടുവരാനായിട്ട് വളരെ ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ 2ാമത്തെ ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര. അപ്പൊ ഇതാണ് 14ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന ചിത്രം. ഇനി അടുത്തത് നോക്കാം. ടിഷ്കു. നല്ലൊരു ചിത്രം തരട്ടെ. നറുക്കെടു തത്തൊന്നുമില്ല, നമ്മൾ തന്നെയാണ് തത്തയും തുത്തേക്ക്. 13ാം സ്ഥാനത്ത് സുരേഷ് ഗോപി അണ്ണന്റെ അപ്പൂല്ല, നിനക്കതൊന്നും അറിയില്ല, ഞാൻ ഒറ്റക്കൊമ്പനാണ് 13ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത്. സുരേഷ് ഗോപി കടുവ കുന്നിൽ കുറുവച്ചനായിട്ട് അഭിനയിക്കുന്ന ചിത്രം. മുളകുപാടം ഫിലിംസ് ആണ് ഈ ചിത്രം ഒരുക്കുന്നത്. കടുവ കുന്നിൽ കുറുവാച്ചൻ. അപ്പൊ ഇത് 13 അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തത് വരട്ടെ. ഓണം ചിത്രങ്ങളിൽ 12ാം സ്ഥാനത്ത് ആര് വരുമെന്ന് നമുക്ക് നോക്കാം. നൈറ്റ് റൈഡേഴ്സ്. അതാണ് 12ാം സ്ഥാനം പിടിച്ചിരിക്കുന്നത്. പിടിക്കുവോ? മാത്യു തോമസ് ആണ് ഇതിൽ നായകൻ. റോഷൻ ഇതിൽ അഭിനയിക്കുന്നു. റോഷൻ ആവേശത്തിലൊക്കെ അഭിനയിച്ച റോഷനില്ലേ, പൈങ്കിളിയിലൊക്കെ കണ്ട റോഷൻ, അവൻ അഭിനയിക്കുന്നുണ്ട്. ശരത് സഭ അഭിനയിക്കുന്നുണ്ട്. സജിയേട്ടാ ഇവിടെ ശരിയല്ല, സജിയേട്ടാ ഇവിടെ ഈ ഏരിയ റെഡിയല്ല സജിയേട്ടാ എന്നൊക്കെ പറയണ ശരത് സഭയില്ലേ സൂപ്പറായിട്ട് അഭിനയിക്കുന്ന നടന്മാരാണ് മാത്യു തോമസും റോഷനും. ശരത് സഭയൊക്കെ നന്നായിട്ട് അഭിനയിപ്പിച്ച് കാര്യങ്ങളെ പ്രതിഫലിപ്പിക്കാൻ കഴിവുള്ളവരാണ്. പക്ഷെ മാത്യുവിന് ഈ ഇടയ്ക്ക് കുറെ ട്രോളുകളൊക്കെ ഇങ്ങനെ കിട്ടുകയുണ്ടായി. അത് സ്വാഭാവികം.
മലയാള ഹൊറർ കോമഡി ചിത്രമാണ്. നൗഫൽ അബ്ദുള്ളയാണ് ഇതിന്റെ സംവിധാനം. നൗഫൽ അബ്ദുള്ളയാണ് ഈ ചിത്രത്തിന്റെ സംവിധാനം. അപ്പൊ ഈ ചിത്രമാണ് 12ാം സ്ഥാനം. നൈറ്റ് റൈഡേഴ്സ് രാത്രി സഞ്ചാരികൾ എന്ന് സൂചിപ്പിക്കാം. അടുത്തത് നോക്കാം. 11ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന ചിത്രം ഏതാണെന്ന് നമുക്ക് നോക്കിയാൽ ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഈ ചിത്രമാണ് 11ാം സ്ഥാനം പിടിച്ചിട്ടുള്ളത്. മലയാളി മനസ്സുകളിലേക്ക് കടന്നു വരാൻ പോകുന്ന ഒരു ചിത്രമായിട്ട് ഇതിന് സൂചിപ്പിക്കാം. ഫാൻസി ത്രില്ലർ ഡ്രാമയാണ്. നിഗൂഢത, സസ്പെൻസ് ഇതൊക്കെ ഒളിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു ചിത്രമാണ്. ഈ ചിത്രത്തിൽ നസ്ലിനും കല്യാണിയും മെയിൻ റോളുകളിൽ വരുന്നു. കല്യാണിക്ക് ഒരു മികച്ച റോള് തന്നെ ഈ സിനിമയിലുണ്ട്. ലോക ചാപ്റ്റർ ഇതിൽ ചന്ദ്രയായിട്ടാണ് കല്യാണി വരുന്നത്. ഈ സിനിമയുടെ നിർമ്മാണം ദുൽഖർ സൽമാന്റെ കമ്പനി ആയിട്ടുള്ള വേഫെയർ ഫിലിംസ് ആണ് ഒരുക്കുന്നത്. ദുൽഖർ ഈ ചിത്രത്തിൽ അതിഥി വേഷം ചെയ്യുന്നു എന്ന് കേൾക്കുന്നു. അപ്പൊ ഈ ചിത്രം ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് 10ാം സ്ഥാനത്ത് കടന്നു വരുന്ന ചിത്രം ഏതാണെന്ന് നോക്കാം. 10 വരട്ടെ. ഐ ആം ഗെയിം ആണ്. വീണ്ടും ദുൽഖർ വീണ്ടും 10ാം സ്ഥാനം. 10ാം നമ്പർ ദുൽഖറിന്. അങ്ങനെ ദുൽഖറിന് 10ാം സ്ഥാനം കിട്ടിയിരിക്കുകയാണ്. നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ദുൽഖർ സൽമാൻ നായകനായിട്ട് അഭിനയിക്കുന്ന ചിത്രമാണ്. ജിംഷി ഖാലിദാണ് ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം. അപ്പൊ ഐ ആം ഗെയിം ഒരു ത്രില്ലർ ആയിട്ടുള്ള സിനിമയാണ്. അപ്പൊ ഇതാണ് 10. ഇനി നമുക്ക് നോക്കാം 9ാം സ്ഥാനം. ഫുട്ബോളിലേക്ക് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പറിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. ആ 9ാം സ്ഥാനം ആർക്ക് കിട്ടും നോക്കാം. വരാഹം. സുരേഷ് ഗോപി അണ്ണന്റെ സിനിമയാണ് വരാഹം. സുരാജ് വെഞ്ഞാറമൂട് അഭിനയിക്കുന്നുണ്ട്. ഗൗതം വസുദേവ് മേനോൻ അഭിനയിക്കുന്നുണ്ട്. സനൽ ദേവനാണ് ഈ ചിത്രത്തിന്റെ സംവിധാനം. വരാഹം. വീണ്ടും സുരേഷ് ഗോപി അണ്ണൻ 9ാം സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഇവിടെ ഇരിക്കട്ടെ. 8ാം സ്ഥാനം ആർക്ക് കിട്ടും നോക്കാം. 8ാം സ്ഥാനം വല. സോംബി ത്രില്ലർ ആയിട്ടുള്ള ചിത്രമാണ്. അരുൺ ചന്തുവാണ് സംവിധാനം. ജഗദീഷ് ശ്രീകുമാർ, ഗോകുൽ സുരേഷ്, അനാർക്കലി ഒക്കെ അഭിനയിക്കുന്ന ചിത്രമാണ്. വിനീത് ശ്രീനിവാസനൊക്കെ അഭിനയിക്കുന്ന ചിത്രമാണ് വല. അപ്പൊ വലയാണ് 8ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത്. 8 അത് വലയുടെ ഒരു ഷേപ്പ് അല്ലേ. 8 അത് ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തത് 7ാം സ്ഥാനം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നമ്പർ ആയിട്ടുള്ള 7ാം സ്ഥാനം ആര് പിടിക്കും? 7ാം സ്ഥാനം ഉണ്ട് എടുക്കണം. ഇവനാണ് 7. ഇതാരാണാവോ 7? കളങ്കാവൽ. മമ്മൂട്ടി കമ്പനി ഒരുക്കുന്ന കളങ്കാവൽ എന്ന ചിത്രമാണ് 7ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. വിനായകൻ ഇതിൽ നായകനാവുന്നു. മമ്മൂക്ക ഇതിൽ സൈനൈഡ് മോഹനാവുന്നു. അപ്പൊ ഈ ചിത്രമാണ് 7ാം സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ജിതിൻ കെ ജോസ് ആണ് ചിത്രത്തിന്റെ സംവിധാനം. ഇനി നമുക്ക് 6ാം സ്ഥാനം ആര് പിടിക്കും നോക്കാം. അപ്പൊ മമ്മൂക്കൊക്കെ 7ാം സ്ഥാനം ആയിട്ടാ. അപ്പൊ 6ാം സ്ഥാനം ആര് എടുക്കും നോക്കാം. ഇതില് എൻ്റെ അമ്മേ ഭയഭക്തി ബഹുമാനം. ദിലീപിന്റെ ചിത്രമാണ് ഈ ചിത്രം. ഈ ചിത്രമാണ് 6ാം സ്ഥാനത്ത് കടന്നു വന്നിട്ടുള്ളത്. 6. ധനഞ്ജയ് ശങ്കറാണ് സംവിധാനം. ശ്രീ ഗോകുലം മൂവീസ് ആണ് ഈ ചിത്രം ഒരുക്കുന്നത്, നിർമ്മാണം ചെയ്യുന്നത്. ദിലീപ്, ധ്യാൻ ശ്രീനിവാസൻ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു. വിനീത് ശ്രീനിവാസൻ അഭിനയിക്കുന്നു. മോഹൻലാൽ ഈ ചിത്രത്തിൽ പ്രധാന ഒരു റോളിലൂടെ കടന്നു വരുന്നുണ്ട്. കത്തിക്കാനുള്ള വരവാണ്. അപ്പൊ ഈ ചിത്രമാണ് 6ാം സ്ഥാനം. ഓണം ചിത്രങ്ങളിൽ 6ാം സ്ഥാനം എത്തി നിൽക്കുന്നത്. ഭബ്ബ പറയുമ്പോൾ തെറ്റിപ്പോയ ക്ഷമിക്കണം. മനസ്സിലായില്ലേ? ഭയഭക്തി ബഹുമാനം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി 5ാം സ്ഥാനം. 5 ചിത്രങ്ങളുള്ളൂ ഇനി. കണ്ട 5ാം സ്ഥാനം ആർക്കാന്ന് നോക്കാം. ഇതില് ഒരെണ്ണെടുത്തിട്ടുണ്ട് നമ്മള്. ഡിയർ സ്റ്റുഡൻസ് ഈ ചിത്രമാണ് 5ാം സ്ഥാനം എത്തി പിടിച്ചിട്ടുള്ളത്. സന്ദീപ് കുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. നയൻതാരയും നിവിൻ പോളിയുമാണ് നായകന്മാരായിട്ട് അഭിനയിക്കുന്നത്. ഈ ചിത്രം സാധ്യത ലിസ്റ്റിൽ വന്നിട്ടുള്ളൂ. ഓണത്തിന് എത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്തും, എത്തൂല എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തൂല. ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷെ ഏറെ കുറെ കേൾക്കുന്ന റിപ്പോർട്ടുകളിൽ ഓണത്തിന് ചിത്രം കടന്നു വരാനിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇതാണ് ഈ ചിത്രമാണ്. ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ചിത്രമാണ് 5ാം സ്ഥാനം പിടിക്കാനായിട്ട് വമ്പൻ കരുത്തോടുകൂടി വരുന്നത് എന്നാണ് നമ്മുടെ ഈ പ്രവചന മത്സരത്തിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. 5ാം സ്ഥാനം നിവിൻ പോളിക്ക്. ഇനി നോക്കട്ടെ. 4ാം സ്ഥാനം വാശേറിയ പോരാട്ടത്തിൽ 4ാം സ്ഥാനം ആര് പിടിക്കും നോക്കാം. ഇത് കണ്ട ഹൃദയപൂർവമാണ്.
മോഹൻലാൽ അഭിനയിക്കുന്ന സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ചിത്രം. ഈ ചിത്രത്തിന്റെ കഥ അഖിൽ സത്യനാണ്. അഖിൽ സത്യൻ ആരാണ്? സത്യൻ അന്തിക്കാടിന്റെ മകനാണ്. ഈ ചിത്രത്തിൽ മാളവിക മോഹന നായികയാവുന്നു. മോഹൻലാലിന്റെ ഹൃദയപൂർവം. ഈ ചിത്രം അങ്ങനെ 4ാം സ്ഥാനം പിടിച്ചിരിക്കുന്നു മക്കളെ, പിടിച്ചിരിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് നോക്കാം. നമുക്ക് ഇനി വെറും 3 പറഞ്ഞെടുത്തുണ്ട്. നോക്കാം. യമ്പോ 3ാം സ്ഥാനം കത്തനാർ. കടമറ്റത്ത് കത്തനാർ. ജയസൂര്യൻ അനുഷ്കയൊക്കെ അഭിനയിക്കുന്ന സിനിമയാണ് കത്തനാർ. റോജിൻ തോമസ് ആണ് ഈ ചിത്രത്തിന്റെ സംവിധാനം. ഹോം സിനിമ സംവിധാനം ചെയ്തില്ലേ, ആ പുള്ളിക്കാരനാണ് റോജിൻ തോമസ്. അടിപൊളി ഡയറക്ടറാണ്. കത്തനാറാണ് മക്കളെ 3ാം സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഓണം ചിത്രങ്ങളിൽ കളക്ഷൻ വരാനുള്ള സാധ്യത കൂടുതൽ കത്തനാർക്കാണെന്ന് മനസ്സിലായിരിക്കുന്നു ഈ പ്രവചന മത്സരത്തിലൂടെ. ഇനി അടുത്തത് 2 ഏതെടുക്കും? ഇതെടുക്കണോ കണ്ണടച്ചെടുക്കാം. ഓം സിനിമായ നമഃ. ഓണം ചിത്രങ്ങളിൽ 2ാം സ്ഥാനം കിട്ടുന്നത് ആരാണെന്ന് നോക്കട്ടെ. പറഞ്ഞെടുത്താണ്ട് ഒരേ ഒരെണ്ണം തുറന്നു നോക്കട്ടെ. ബൾട്ടി. ഷൈൻ നിഗത്തിന്റെ 25ാമത്തെ പടമാണ് ബൾട്ടി. ഇതിൽ അൽഫോൺസ് പുത്രൻ ഒരു വേഷം ചെയ്യുന്നുണ്ട്. ഉണ്ണി ശിവലിംഗമാണ് ഈ ചിത്രത്തിന്റെ സംവിധാനം. അപ്പൊ ഈ ചിത്രത്തിനാണ് ഓണം ചിത്രങ്ങളിൽ 2ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത്. ലാസ്റ്റ് അവസാനമായിട്ട് 1ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് ഏത് ചിത്രമാണെന്ന് നമുക്ക് നോക്കാം. ഏകദേശം എനിക്ക് കാര്യം മനസ്സിലായി ഈ ചിത്രം ഏതാണെന്ന്. ഓണത്തിന് 1ാം സ്ഥാനം അടിച്ചിരിക്കുന്ന ചിത്രം ആട് 3 ആണ്. ജയസൂര്യ, വീണ്ടും ജയസൂര്യ. ഷാജി പാപ്പനും പിള്ളേരുമാണ് ഈ വരുന്ന ഓണത്തിന് ഓണം ചിത്രങ്ങളിൽ 1ാം സ്ഥാനം അടിക്കാനായിട്ടുള്ള ചാൻസ് കൂടുതൽ എന്നാണ് ഈ പ്രവചന മത്സരത്തിലൂടെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. മിഥുൻ മാനുവൽ തോമസ് ഒരുക്കുന്ന ചിത്രമാണ്. പുള്ളിക്കാരൻ്റെ 3ാമത്തെ പാർട്ടാണ് ആട് 3. ഇതിൽ വിജയ് ബാബുവിന്റെ നിർമ്മാണത്തിലൂടെ വരുന്ന ചിത്രം. വിനായകൻ അഭിനയിക്കുന്നു. ഒരുപാട് താരങ്ങൾ അഭിനയിക്കുന്നു. ഒരു വമ്പ കിട്ടുവായിട്ടുള്ള പടമായിട്ടാണ് ഇതിന്റെ ഒരുക്കവും വരവും. അപ്പോൾ ഓണ ചിത്രങ്ങളിൽ 1ാം സ്ഥാനം നമ്മുടെ ഈ പ്രവചന ലോകകപ്പ് മിനി ലോകകപ്പ് മത്സരത്തിൽ കിട്ടിയിട്ടുള്ളത് ആട് 3ക്കാണ്. അപ്പൊ ഇതാണ് ഞാൻ കണ്ടെത്തിയ ഒരു ലൊടുക്ക് ഒരു ലോകകപ്പ് മത്സരം. ഓണം ചിത്രങ്ങളിൽ ഏത് ചിത്രം കപ്പടിക്കുമെന്ന് നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ കണ്ടെത്തിയ ഒരു പ്രവചനമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മലയാളി പ്രേക്ഷകരെ, മലയാള സിനിമ മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ, നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ഏത് ചിത്രത്തിന് 1ാം സ്ഥാനം കിട്ടും എന്നുള്ള ഒരു കാര്യം മനസ്സിൽ അകത്തുണ്ടാവുമല്ലോ. അപ്പൊ ആ കാര്യം കമന്റുകളായി അറിയിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ പ്രിയപ്പെട്ടവരെ. ഓക്കെ, ബൈ ബൈ.